ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പം കേരളത്തിൽ ആണെങ്കിലും ഡൽഹിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും കോൺഗ്രസ്, ഇടതുപക്ഷം, മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്. ഈ തമ്മിത്തല്ലിൻ്റെ ഗുണമായിട്ട് ഇതിനെല്ലാം നേട്ടം ബി ജെ പിക്കാണ്. ബി ജെ പി ഇപ്പോൾ ഇന്ത്യയിൽ 7 സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബി ജെ പിന്നെ എതിർക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞതിന് പകരം ഇവരെല്ലാം ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബി ജെ പി വളർന്നത്. ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിലും എം.എ. ബേബി ആണെങ്കിലും മമത ബാനർജി ആണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ച് ശക്തമായിട്ടൊരു പ്രതിഷേധത്തിൻ്റെ ഫലമായി പോരാടി ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറാൻ കഴിയുക ശക്തമായിട്ട്. അതാണ് വേണ്ടത്. കൂടെ നിന്ന് കുതുകാല് വെട്ടിയിട്ട് വേറെ പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് സ്വയം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നോക്കുക. പാർട്ടിയിലുള്ള എല്ലാ ആളുകളെയും ശ്രദ്ധിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് വളരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നരേന്ദ്രമോദി കളിയാക്കണില്ലേ, കേരളത്തിൽ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ലെന്ന്. എല്ലാ ആൾക്കാർക്കും ഓരോ വർഷം മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. സ്വർണം വാങ്ങിക്കലൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ പണത്തെ ഒക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താണ്, വളരെ പ്രയാസങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് വരുന്നത്. വിലവർധനവ് 20% വില വർധനവ് വന്നു കഴിഞ്ഞു. ഇനിയും എന്താവുമെന്ന് അറിയില്ല.